കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് നാട്ടിൽ 5 സെന്റ് സ്ഥലം വാങ്ങിയിടുന്നതാണോ അതോ ആ തുക കൃത്യമായ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ കൂടുതൽ ബുദ്ധിപൂർവമായ തീരുമാനം? 2026 നിൽക്കുമ്പോൾ ഏതൊരു പ്രവാസി മലയാളിയും മധ്യവർഗ കുടുംബവും ഏറ്റവും കൂടുതൽ നേരിടുന്ന വലിയൊരു സംശയമാണിത്. ഭൂമിയിലിട്ട പണം ഒരിക്കലും പാഴാവില്ല എന്ന പഴഞ്ചൊല്ല് ഇന്നും സത്യമാണോ? ഡാറ്റയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം നമുക്കിന്ന് പരിശോധിക്കാം. എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി എല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം. പക്ഷേ റിയൽ ഫിനാൻഷ്യൽ ഡേറ്റ എന്താണ് പറയുന്നത്? കേരളത്തിലെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റിന്റെ ആവറേജ് റെന്റൽ ഈൽഡ് വെറും 2% മുതൽ 3% വരെ മാത്രമാണ്. അതായത് നിങ്ങൾ 50 ലക്ഷം രൂപ മുടക്കി ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങിയാൽ മാസത്തിൽ ശരാശരി 10,000 മുതൽ 12,000 രൂപ മാത്രമാണ് വാടകയായി തിരികെ ലഭിക്കുന്നത്. ഇതിനു പുറമെ മെയിൻ്റനൻസ് ചെലവുകൾ, പ്രോപ്പർട്ടി ടാക്സ്, തുടക്കത്തിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കൂടി കണക്കാക്കുമ്പോൾ നിങ്ങളുടെ നെറ്റ് റിട്ടേൺസ് വീണ്ടും താഴേക്ക് പോകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലിക്വിഡിറ്റിയാണ്. പെട്ടെന്നൊരു എമർജൻസി വന്നാൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഭൂമി വിറ്റ് ഒറ്റ ദിവസം കൊണ്ട് പണമാക്കാൻ സാധിക്കുമോ? ഇല്ല, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. ഇനി മറുഭാഗത്ത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ നോക്കാം. ദീർഘകാലത്ത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുമ്പോൾ ചരിത്രപരമായി 12% മുതൽ 15% വരെ CAGR റിട്ടേൺസ് വിപണി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കോമ്പൗണ്ടിങ് ആണ്. പണത്തിന് മേൽ പണം വളരുന്ന മാജിക്ക്. അതിനോടൊപ്പം തന്നെ ഹൈ ലിക്വിഡിറ്റിയും ലഭിക്കുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ഫണ്ട് അക്കൗണ്ടിലെത്തും. ചെറിയ തുകയായ 500 രൂപയോ 1000 രൂപയോ ഉപയോഗിച്ച് മാസം തോറും SIP വഴി നിക്ഷേപം തുടങ്ങാമെന്നതും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ ആശ്വാസമാണ്. ഇനി അതല്ല, നിങ്ങളുടെ കൈവശം വലിയൊരു തുകയുണ്ടെങ്കിൽ വാടക വരുമാനത്തെക്കാൾ പല കാര്യങ്ങളിലും പ്രവാസികൾക്ക് അനുയോജ്യം മ്യൂച്വൽ ഫണ്ടുകളെ SWP ആണ്. ഒരു വലിയ തുക ഒറ്റ തവണയായി നിക്ഷേപിച്ച് അതിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി നേടാൻ സാധിക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ ഇതിന് ഉദാഹരണമാണ്. ഓഹരികളിലും കടപ്പത്രങ്ങളിലും വിപണിക്കനുസരിച്ച് മാറി മാറി നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണിത്. മിതമായ റിസ്കിൽ മികച്ച റിട്ടേൺ നൽകാനും SWP ചെയ്യാനും ഇവ ഏറ്റവും അനുയോജ്യമാണ്. പ്രവാസികൾക്ക് SWP എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. പ്രവാസികളുടെ NRO അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായി തുക ഓട്ടോമാറ്റിക്കായി അയക്കാൻ SWP വഴി സാധിക്കും. നാട്ടിലെ മാതാപിതാക്കളുടെ മെഡിക്കൽ അല്ലെങ്കിൽ വീട്ടു ചെലവുകൾക്ക് ഇത് ഉപകരിക്കും. നാട്ടിൽ നേരിട്ട് വരാതെ തന്നെ മൊബൈൽ ആപ്പുകൾ വഴി വിദേശത്തിരുന്ന് SWP ആരംഭിക്കാനും തുക കൂട്ടാനോ കുറയ്ക്കാനോ പൂർണ്ണമായും പിൻവലിക്കാനോ സാധിക്കും. ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തായിരിക്കുമ്പോൾ സമാഹരിച്ച സമ്പാദ്യം ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ നിക്ഷേപിച്ച് നാട്ടിലെത്തിയ ശേഷം പ്രതിമാസ പെൻഷനായും ഉപയോഗിക്കാം. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ശരാശരി 2% മുതൽ 3% വരെ മാത്രം വാടക വരുമാനം ലഭിക്കുമ്പോൾ SWP വഴി നിക്ഷേപത്തിന്റെ 5% മുതൽ 6% വരെ ഉയർന്ന തുക സുരക്ഷിതമായി മാസാന്ത വരുമാനമായി പിൻവലിക്കാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റിൽ വലിയൊരു തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കണമെന്നതിനൊപ്പം വാടകക്കാരെ കണ്ടെത്താനും അറ്റകുറ്റപ്പണികൾ നടത്താനും വലിയ അധ്വാനം ആവശ്യമാണ്. എന്നാൽ SWP നിക്ഷേപം 1 ലക്ഷം പോലുള്ള ചെറുതുകളിൽ ആരംഭിക്കാമെന്ന് മാത്രമല്ല, യാതൊരു പ്രയാസവുമില്ലാതെ ഡിജിറ്റലായി പൂർണ്ണമായി നിയന്ത്രിക്കാനും സാധിക്കും. കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ വസ്തു വിറ്റ് പണമാക്കാൻ മാസങ്ങളെടുക്കുമ്പോൾ SWP വഴി ആവശ്യത്തിന് പണം വെറും 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കാം. വാടക വരുമാനത്തിന് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ഉയർന്ന നികുതി നൽകേണ്ടി വരുമ്പോൾ SWPക്ക് കുറഞ്ഞ നിരക്കിലുള്ള മൂലധന നേട്ട നികുതി മാത്രം നൽകിയാൽ മതി എന്നതും ഇതിന്റെ പ്രധാന മേന്മയാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണോ ഇതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. നിങ്ങൾ താമസിക്കാൻ ഒരു വീട് വാങ്ങുന്നത് നിങ്ങളുടെ വൈകാരികമായ ഒരു ആവശ്യമാണ്, അതായത് ഇമോഷണൽ ഗോൾ. എന്നാൽ നിങ്ങളുടെ സമ്പത്ത് വേഗത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഭൂരിഭാഗവും ലിക്വിഡിറ്റി ഇല്ലാത്ത റിയൽ എസ്റ്റേറ്റിൽ മാത്രം തളച്ചിടുന്നത് വലിയ റിസ്ക് ആണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും റിസ്ക് പ്രൊഫൈലിനും അനുസരിച്ച് പ്രോപ്പർട്ടിയും മ്യൂച്വൽ ഫണ്ടും കൃത്യമായി മിക്സ് ചെയ്യുന്ന അസറ്റ് അലോക്കേഷൻ തന്ത്രമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ പ്രധാന നിക്ഷേപം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണോ അതോ മ്യൂച്വൽ ഫണ്ടിലാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ET മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സെബി രജിസ്റ്റേർഡ് ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ സ്വന്തം നിലയിലോ പഠനം നടത്താൻ ശ്രമിക്കുക.